ശ്രീ റോണി കെ ബേബി, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെയും ആ നിലയിൽ രാഷ്ട്രീയവൽക്കരിക്കുക പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികവുമാണ്. പക്ഷേ നോക്കൂ, ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ, അത് ആംബുലൻസിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ, മൃതദേഹം ബലമായി പിടിച്ചെടുത്ത് തെരുവിൽ കൊണ്ടുവന്ന ഇത്തരത്തിൽ നടത്തുന്ന പ്രതിഷേധം അത് ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ പ്രതിഷേധത്തിന്റെ ഇത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ കാതലായ വിഷയം എന്താ? കാതലായ വിഷയം എന്ന് പറയുന്നത് വന്യജീവികളുടെ ആക്രമണത്തില് തുടർച്ചയായി വിലപ്പെട്ട മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞു, കഴിഞ്ഞ 24 മണിക്കൂറിനകം കേരളത്തിലെ 3 വിലപ്പെട്ട ജീവനുകൾ, അത് കേരളത്തിലെ 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ രാവിലെ ഇടുക്കിയില്, ഇന്ന് തൃശ്ശൂര്, ഇന്ന് വൈകുന്നേരം കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധം, മലയോര ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യം, വന്യമൃഗങ്ങളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ അതിന് നിയന്ത്രിക്കേണ്ട, അല്ലെ, ആ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാർ, ഭരണകൂടം, അവര് എന്തുകൊണ്ട് ഇതിനകത്ത് മൗനമായി നിൽക്കുന്നു? അതാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ ഇങ്ങനെ ശക്തമായി വരുന്നത്? കാരണം ഓരോ സംഭവങ്ങൾ കഴിയും തോറും പ്രതിഷേധത്തിന്റെ ആ തീവ്രത കൂടിക്കൂടി വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തുകയുമില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്, രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും സ്വാഭാവികമാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് നോക്കൂ, മരിച്ചു മരവിച്ച ശരീരങ്ങളാണ്. ആ ശരീരങ്ങളെ മോർച്ചറിയിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുവന്ന പൊരുവെയിലത്ത്, ഇന്നലെ ഇപ്പോൾ കോതമംഗലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ സാഹചര്യം, അങ്ങനെ നിർത്തി അത് ബന്ധുക്കൾ പോലും അതിനെ തള്ളി പറയുന്ന സാഹചര്യം. ഇപ്പോൾ തുടക്കത്തിൽ കേട്ട പ്രതികരണത്തിൽ കേട്ടല്ലോ, പ്രതിഷേധം ഉണ്ടാകണം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാകരുത്, പക്ഷേ അതിനിങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല എന്ന് അവർ പോലും പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ പ്രശ്നത്തിന്റെ കാതലിൽ നിന്ന് മാറുന്നു എന്നുള്ളതല്ല, പക്ഷേ ഈ നിലയിലുള്ള പ്രതിഷേധമാണോ ഈ വിഷയത്തിൽ വേണ്ടത് എന്നതാണ് ചോദ്യം. നമ്മൾ ഇന്നലത്തെ സംബോധന നമ്മൾ നോക്കുക, ഇടുക്കി ജില്ലയിലെ അടിമാലിയിലെ ഇന്ദിര എന്ന് പറയുന്ന ആ വൃദ്ധയായ സ്ത്രീയുടെ നേരെയുണ്ടായ ആക്രമണം 8 മണിയോടുകൂടിയാണ് അവർക്കെതിരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് അവരുടെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. കൃത്യമായി തന്നെ 10-നോടുകൂടി അവരുടെ ബന്ധുമിത്രാദികളാണ് ആദ്യം പ്രതിഷേധം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവര് ഉന്നയിച്ച 2 ആവശ്യങ്ങൾ, ഒന്ന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ നൽകണം. അതിന് അങ്ങനെ കോമ്പൻസേഷൻ നൽകണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം ഞാൻ പറയാം. കാരണം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 6 വിലപ്പെട്ട ജീവനുകൾ കാട്ടാനയുടെ മാത്രം ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടും അതിനകത്ത് 3 പേർക്ക് മാത്രമേ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ. ബാക്കി 3 പേർക്കും ഇതുവരെ 50,000 രൂപ മാത്രമേ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ. അപ്പൊ എന്താ, പ്രതിഷേധിച്ചാൽ മാത്രം സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ എന്ത് നീതിയാണുള്ളത്? ഞാൻ വളരെ കൃത്യമായി തന്നെ പേരെടുത്ത് തന്നെ പറയാം. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 2 മാസം കൊണ്ട് 6 ആളുകൾ മരണപ്പെട്ടിട്ട് അതിനകത്ത് 3 ആളുകൾക്ക് മാത്രമാണ് ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. അതുകൊണ്ടാണ് ആ ബന്ധുമിത്രാദികളാണ് ആദ്യം അതിനകത്ത് പ്രതിഷേധിച്ചത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം, 1. 2, ഇനിയും ഇതുപോലെയുള്ള ദാരുണമായ സംഭവം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി 10 മണിക്ക് ശേഷം ബന്ധുമിത്രാദികളാണ് പ്രതിഷേധം ഉയർത്തിയത്. ഏകദേശം 11 മണിയോടുകൂടിയാണ് ഡീൻ കുര്യാക്കോസ് MP-യും മാത്യു എഴുന്നാടൻ MLA-യും അവിടെ എത്തുന്നത്. അതിനുശേഷമാണ് അവിടെ ഈ ജനക്കൂട്ടം വലിയ രീതിയിൽ അവിടെ തടിച്ചുകൂടുകയും, കാരണം അതൊരു വൈകാരിക പ്രശ്നമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു സാധാരണ വിഷയം ഇതിനെ കണക്കുന്നത് വളരെ വൈകാരികം. കാരണം എന്താ, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഈ അടിമാലിയിൽ തന്നെ, ഇതേ കോതമംഗലത്ത് തന്നെ ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ ജാഥ നടന്നത്, വലിയ പ്രതിഷേധ സംഗമം നടന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണം ഇവിടെ ഉണ്ടാകരുത്, അത് ഉണ്ടാകാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കരുത്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ ആക്രമണം നടക്കുന്ന വന്യജീവികൾ, ഇത് കാട്ടുപോത്തായിക്കോട്ടെ കാട്ടാനയായിക്കോട്ടെ, അവയുടെ സാന്നിധ്യം തലേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ലെ, ഏതെങ്കിലും ഭാഗത്ത് നിന്നും ഇവയെ കണ്ടതായി അവിടുത്തെ പൊതുജനങ്ങൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട വനപാലകരെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം 24-48 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ഏതൊരു സ്ഥലത്ത് ഇതിന് ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ശ്രീ റോണി കെ ബേബി, നോക്കൂ, നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇതിനെ നേരിടാനായി ഇപ്പുറത്ത് നിൽക്കേണ്ടത് മനുഷ്യരാണ് എന്നൊരു ചിന്ത ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ ബേലൂർ മഖ്ന എന്നൊരു ആനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേൾക്കുന്നു. അതിനെ പിടിക്കാനുള്ള ദൗത്യം എത്ര ദിവസം നീണ്ടു എന്നുള്ളതും അതിന് തടസ്സമായി നിന്ന സാഹചര്യങ്ങളും അതൊന്നും മനുഷ്യനിർമ്മിതമല്ല. അപ്പോൾ ഈ വന്യമൃഗങ്ങളെ പിടികൂടണം, വെടിവെക്കണം, തുരത്തണം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളത് കാണാതെ പോകുന്നുണ്ടോ? അതിന് ഇരയാകുന്നവരുടെ പ്രതികരണം വൈകാരികമാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ആ നിലയിൽ മുതലെടുത്താൽ എങ്ങനെ മുന്നോട്ട് പോകും കാര്യങ്ങൾ?
ഇതിന്റെ അകത്ത് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും തടയാൻ വേണ്ടി ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്? ഈ പറയുന്ന സാധാരണക്കാര നാട്ടുകാരായ ജനങ്ങളാണോ നാളെ ഈ പറയുന്ന വാരിക്കുന്തവും കമ്പും കല്ലും കിട്ടുന്ന ആയുധങ്ങളുമായി കാട്ടിക്കേറി ഇവ വരുന്നതിനെ തടഞ്ഞു നിർത്തണമോ? ഇവിടെ ആരാണ് ഇവയെ തടയേണ്ടത്? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. ഓഗസ്റ്റ് 27 തീയതി അല്ല, ഓഗസ്റ്റ് അല്ല, ഫെബ്രുവരി മാസം 27 ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത് 7-8 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനം കഴിഞ്ഞ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ കഴിഞ്ഞ 4 ദിവസം നടപ്പാക്കാനായിട്ട് ഏതെങ്കിലും ഒരു തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ മാത്രം ഒരു പ്രധാനപ്പെട്ട ഒന്നും 7-8 തീരുമാനങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ഒന്ന്, പോലീസ് വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന. ഈ പറയുന്ന ഇന്നത്തെ തന്നെ ഏറ്റവും അവസാനം ഇന്ന് കോഴിക്കോട് ഈ പറയുന്ന പാലാട്ടിൽ അബ്ദുഹാം എന്ന് പറയുന്ന ഒരു കർഷകൻ, അതായത് കോഴിക്കോട് കക്കയത്ത്, അതായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിന് കൊല്ലപ്പെട്ടു. ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇന്നലെ ഇതിനടുത്തുള്ള പ്രദേശങ്ങളിൽ നാട്ടുകാർ കൃത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന കാട്ടുപോത്തിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുവാൻ, ഡിറ്റക്ട് ചെയ്യുവാൻ ഈ മന്ത്രിതല തീരുമാനത്തിൽ അല്ലെങ്കിൽ മന്ത്രിതല യോഗത്തിൽ എടുത്തതുപോലെ സംയുക്തമായി പോലീസും വനംവകുപ്പും കൂടി ചേർന്ന് പരിശോധന നടത്തി ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പോകാൻ പ്രതിഷേധത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഞാൻ വരാം.